Hi viewers, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ചൂടുള്ള ഖുബൂസ് ആണ്, നമ്മുടെ അറബിക് ബ്രെഡ്. അതിനു മുമ്പ് ഇന്നത്തെ ടെസ്റ്റിമോണിയൽസ് ഒന്ന് നോക്കാം. ശുഭാങ്കർ മിശ്ര നമ്മുടെ ചന മസാല ട്രൈ ചെയ്തിട്ട് നല്ല ഇഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞു. ഒരുപാട് സന്തോഷമായിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ ട്രൈയിങ് ഓൾ മൈ റെസിപ്പീസ്. നിങ്ങളുടെ റെസിപ്പീസ് ട്രൈ ചെയ്യുമ്പോൾ മറക്കാതെ എനിക്ക് ഫോട്ടോ അയക്കണം. എൻ്റെ ഇമെയിൽ അഡ്രസ് recipesaresimple@gmail.com. അഹ്ലൻ വസഹ്ലൻ. അയ്വാ, അപ്പോൾ ഇന്ന് നമുക്ക് ഖുബൂസ് ഉണ്ടാക്കാം. നമ്മുടെ അറബിക് ബ്രെഡ്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ പറയുന്ന പോലെ കുബൂസ്. അപ്പോൾ നമുക്ക് ഷവർമ ഒക്കെ വീട്ടിലുണ്ടാക്കണമെങ്കിൽ ഖുബൂസ് വേണം. ഖുബൂസ് എളുപ്പത്തിൽ വാങ്ങാൻ കിട്ടാത്ത സ്ഥലമാണെങ്കിൽ നമുക്ക് വീട്ടിൽ ഇത് എളുപ്പമായിട്ട് ഉണ്ടാക്കാം. വളരെ സിമ്പിളാണ്. ഷവർമ എൻ്റെ ഒരു ഫേവറേറ്റ് ഫുഡാണ് കേട്ടോ. എന്നോട് ചോദിച്ചാൽ എൻ്റെ ഫേവറേറ്റ് ഫുഡ് ഏതാ, ഞാൻ പറയും ഷവർമ. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ വീട്ടിൽ ഉണ്ടാക്കാറുണ്ട്. സിംഗപ്പൂരിൽ നല്ല ഷവർമ കിട്ടില്ല. എനിക്ക് ഗൾഫിലത്തെ ഓർമ്മ ഒക്കെ വരുമ്പോൾ നല്ല ലെബനീസ് ഷവർമ കഴിക്കാൻ തോന്നുമ്പോൾ ഞാൻ തന്നെ ഉണ്ടാക്കാറുണ്ട്. ഞാൻ ഇവിടെ എൻ്റെ ഹസ്ബൻഡിനോട് പറയാറുണ്ട് എന്തെങ്കിലും എനിക്ക് എൻ്റെ ഒരു സ്വന്തം ഷവർമക്കട ഇടണമെന്ന്. അപ്പോൾ ഖുബൂസ് ഉണ്ടെങ്കിൽ നമുക്ക് ഷവർമ മാത്രമല്ല, നമുക്ക് ഹുമ്മൂസ് അല്ലെങ്കിൽ ബബ ഖനൂഷ്, മുത്തബൽ ഇങ്ങനത്തെ ഡിപ്സൊക്കെ ഉണ്ടെങ്കിൽ അത് കൂട്ടി കഴിക്കാനും നല്ല രസമാണ്. ഒരുപാട് യൂസസ് ഉണ്ട്. ഖുബൂസ് വെച്ച് പിസ്സ പോലും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം ഈ 2 മെത്തേഡ്സ് എങ്ങനെയാണെന്ന്. ആദ്യം പറഞ്ഞ മെത്തേഡ് ഈസ്റ്റ് ഉപയോഗിച്ചിട്ട് ആണ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് അങ്ങനെ ആവശ്യമുള്ളത് ഈസ്റ്റ്, ചെറിയ ചൂടുള്ള വെള്ളം, ഇത്തിരി പഞ്ചസാര, പിന്നെ ഫ്ലവർ, മൈദ. ഞാൻ ഇടയ്ക്ക് പകുതി ഭാഗം ബ്രെഡ് ഫ്ലവറും പകുതി ഭാഗം മൈദ ഫ്ലവറും യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നല്ല റിസൾട്ട്സ് കിട്ടാറുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും ഓലിവ് ഓയിൽ. ഈ മെഷർമെൻറ്റ്സ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഈസ്റ്റ് ഉപയോഗിച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ 2 മണിക്കൂർ നമുക്ക് കുഴച്ച് വെച്ചിട്ട് അതൊന്ന് റൈസ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം. ഈസ്റ്റ് ഉപയോഗിക്കാതെയാണ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ബേക്കിംഗ് പൗഡർ വേണം. ബേക്കിംഗ് സോഡ അല്ല, ബേക്കിംഗ് പൗഡർ. ഈ കേസിൽ നമുക്ക് ബേക്കിംഗ് പൗഡറും ഷുഗറൊക്കെ മതി. പിന്നെ പെരട്ടാൻ കുറച്ച് ഓലിവ് ഓയിലൊക്കെ മതി. ഈസ്റ്റ് വെച്ചിട്ടുണ്ടാക്കുകയാണെങ്കിൽ നമ്മളത് റൈസ് ചെയ്തതിന് ശേഷം ഒന്ന് പഞ്ച് ചെയ്തിട്ട് ഒന്ന് കുഴച്ച് പിന്നെയും ഒരു ഡോ ആക്കി എടുക്കണം. പിന്നെ ഇത് മാറ്റി വയ്ക്കുമ്പോൾ നല്ല ഡാമ്പായിട്ടുള്ള ക്ലോത്ത് അല്ലെങ്കിൽ കിച്ചൺ ടവൽ വെച്ചിട്ട് മൂടി വെച്ചിരിക്കണം. എന്നാലേ ഡോ ഡ്രൈ ആവാണ്ടിരിക്കുള്ളൂ. ഡ്രൈ ആയി പോയാൽ നല്ല ഖുബൂസ് കിട്ടില്ല. അപ്പോൾ ഇവിടെ അത് കുഴച്ചതിന് ശേഷമുള്ള ഡോ ആണ് ഈ കാണുന്നത്. നന്നായി കുഴച്ച് ഇത് നല്ല സോഫ്റ്റ് ഡോ ആയിട്ടുണ്ട്. ചെറിയൊരു ബൗൺസ് ഉണ്ടാവും നമ്മൾ തൊട്ട് നോക്കുമ്പോൾ. നമുക്കിനി ഇത് ഡിവൈഡ് ചെയ്ത് ബോൾസ് ആക്കി അത് പരത്താം ഖുബൂസിന് വേണ്ടി. 2 ടൈപ്പ് ഡോയിനുള്ള ഇൻഗ്രീഡിയൻസ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അത് നോക്കിയാൽ മതി. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. ഇപ്പോൾ ഈക്വൽ സൈസുള്ള ബോൾസ് ആയിട്ട് നമുക്കിത് റോൾ ചെയ്തെടുക്കാം. ഒരു വലിയ നാരങ്ങയുടെ സൈസിലുള്ള ബോൾസാണ് ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത്. നല്ല സ്മൂത്തായിട്ട് റോൾ ചെയ്ത് വെക്കാൻ നോക്കണം. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. ഞാൻ കിച്ചൺ കൗണ്ടറിൽ നേരെ പരത്തുന്നതിന് പകരം മിക്കപ്പോഴും ഇതുപോലെ ഒരു കിച്ചൺ പ്ലാസ്റ്റിക് മാറ്റ് വിരിച്ചിട്ടിട്ട് അതുമല്ലാണ് പരത്താറ്. അപ്പോൾ നല്ല ആവശ്യത്തിന് സൈസിൽ പരത്താൻ എളുപ്പമാണ്. ഇത് സ്ലൈഡ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി എൻ്റെ ഒരു ടിപ്പാണ്, കിച്ചൺ പേപ്പർ ടവൽ ഒന്ന് നനച്ചിട്ട് കൗണ്ടറിൽ വിരിച്ചിടാം. അതിന് മുകളിൽ പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ചാൽ അത് തീരെ സ്ലൈഡ് ചെയ്യില്ല. നല്ല സുഖമായിട്ട് നമുക്ക് ക്ലീൻ സർഫസിൽ നമ്മുടെ ഖുബൂസ് റോൾ ചെയ്തെടുക്കാം. ഇനി ഖുബൂസ് റോൾ ചെയ്യാൻ നമുക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ ഒരു റോളിംഗ് പിന്നും വേണം. ചെറുതായിട്ടൊന്ന് മൈദ വിതറി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് ഖുബൂസ് പരത്താൻ നോക്കാം. കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് ഡിസ്ക് ആയതിനു ശേഷം നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ തന്നെ പരത്തിയെടുത്താൽ മതി. അപ്പോൾ കഴിയുന്ന അത്രയും വലുപ്പത്തിൽ നമുക്ക്
പരത്തിയെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ അറ്റങ്ങൾ നമ്മൾ കൈ വെച്ചിട്ട് ഒന്ന് വലിച്ചതുപോലെ സ്ട്രെച്ച് ചെയ്തെടുക്കണം. പരത്തിയെടുക്കുമ്പോൾ കഴിയുന്നതും വലുതാക്കണം, എന്നാലും തീരെ കീറലും ഓട്ടകളും ഒന്നും വരാണ്ട് നോക്കണം. അപ്പം നമ്മുടെ ഗ്രിൽ പാൻ അല്ലെങ്കിൽ തവ വെച്ചിട്ടുണ്ട്. ചെറിയ ചൂടിൽ വെച്ചിട്ട് ഇത് പതുക്കനെ നന്നായി ചൂടാക്കിയെടുക്കണം. ആദ്യം തന്നെ വലിയ തീയിൽ വെക്കരുത്. അങ്ങനെ കുറച്ച് നേരം കഴിയുമ്പോൾ ആ തവ നന്നായി ചൂടായിട്ടുണ്ടാവും. അതിനുശേഷം നമുക്ക് പൊടിയൊക്കെ തട്ടിക്കളഞ്ഞ് നമ്മുടെ ഖുബൂസ് നല്ല ഫ്ലാറ്റായിട്ട് ആദ്യം തന്നെ വെക്കാൻ നോക്കണം. വെച്ച് കഴിഞ്ഞതിന് ശേഷം ഈ മടക്കൊക്കെ വന്നാൽ അത് നിവർത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇനി നമ്മുടെ ഈ ആദ്യത്തെ സൈഡിൽ ഈ ബബിൾസ് ചുറ്റും എല്ലാ സർഫസിൽ നിറയെ വന്ന് കഴിയുമ്പോൾ നമുക്കിത് മറിച്ചിടാം. ഇപ്പോഴും ആ തീ കുറവിൽ തന്നെയാണ് ഇരിക്കുന്നത്, പക്ഷെ തവ നല്ല ചൂടുണ്ട്. ഇത് 1 മിനിറ്റോളം എടുക്കും. ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത് സ്പീഡ് മോഷനിലാണ്. അങ്ങനെ ഫുൾ സർഫസിൽ ബബിൾസ് വന്നതിന് ശേഷം നമുക്ക് മറിച്ചിടാം. എന്നിട്ട് മറ്റേ സൈഡിലും പുതിയ ബബിൾസ് ഈവൻലി ആയിട്ട് എല്ലായിടത്തും വരണ വരെ കുക്ക് ചെയ്യണം. രണ്ട് സൈഡിലും ചെറുതായിട്ട് ആ ഒരു ഗോൾഡൻ സ്പോട്ട്സ് വന്നിട്ടുണ്ടാവും. ഒരുപാട് ബ്രൗൺ ഒന്നും ആവരുത്. ഇനി ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പഫ് ചെയ്ത് തുടങ്ങും. പിന്നെ ഞാൻ തിരക്കിലാണ് ഇതുണ്ടാക്കിയത്. ഭയങ്കര പെർഫെക്റ്റ് റൗണ്ടൊന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. എന്നാലും അത്യാവശ്യം നന്നായി പഫായിട്ട് വരുന്നുണ്ട്. ഖുബൂസ് ഉണ്ടാക്കുമ്പോഴത്തെ ആ മണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അല്ലെങ്കിൽ ഈ മൈദ വെച്ചിട്ട് ബേക്ക് ചെയ്യുമ്പോഴത്തെ വരുന്ന ബ്രെഡിൻ്റെ ഒക്കെ മണം നല്ല രസമാണ് കേൾക്കാൻ. എന്തുകൊണ്ട് ഈ മൈദ നമുക്ക് ഇത്ര അൺഹെൽത്തി ആയതാവോ? അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ഖുബൂസ് ആയിട്ടുണ്ട്. ഇതിനി നമ്മൾ ടപ്പർ വെയർ അല്ലെങ്കിൽ കാസറോളിലേക്ക് ഒന്നിൻ്റെ മുകളിൽ മറ്റേത് ഇട്ട് വെക്കാം. അപ്പോൾ ആവിയിലിരുന്ന് ഒന്നും കൂടി സോഫ്റ്റ് ആവും. പിന്നെ ചൂടാറിയതിന് ശേഷം ഇതുപോലെ സിപ്പർ ബാഗിൽ ഇട്ടിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം. പിന്നെ ആവശ്യമുള്ളപ്പോൾ ഓരോന്നെടുത്ത് മൈക്രോവേവിൽ വെച്ച് ചൂടാക്കാം, അല്ലെങ്കിൽ ആവി കയറ്റി ചൂടാക്കാം. ഭയങ്കര സിമ്പിളാണ്, നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഖുബൂസ് എളുപ്പത്തിൽ വാങ്ങാൻ കിട്ടാത്ത ഒരു ഐറ്റം ആണെങ്കിൽ തീർച്ചയായിട്ടും ഇത് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നതാണ്. നല്ല ഖുബൂസ് തന്നെ നമുക്ക് ഉണ്ടാക്കാം. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വിവരം അറിയിക്കണം. അപ്പോൾ അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് and bye from Shanas.